കള്ളത്തിന് ആയുസ്സ് കുറവാണ് എന്ന് പറയാറുണ്ട്. എത്ര വലിയ ഇരുൾ മൂടിയാലും ഒരു നേർത്ത വെളിച്ചം മതി ആ ഇരുട്ടിനെ കീറിമുറിക്കാൻ. ലൈലയുടെ കണ്ണീരിനും പ്രാർത്ഥനയ്ക്കുമൊടുവിൽ അള്ളാഹു നൽകിയ മറുപടിയായിരുന്നു അന്ന് ആ വീട്ടിൽ സംഭവിച്ചത്. ഉമ്മയെയും അനിയത്തെയും അന്ധമായി വിശ്വസിച്ച് സ്വന്തം ഭാര്യയെ തള്ളിമാറ്റിയ അലിക്ക് മുന്നിൽ ചതിയുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്ന ഒരു നിമിഷമായിരുന്നു അത്. പിറ്റേന്ന് രാവിലെ അലി ചായ കുടിച്ചുകൊണ്ട് ഹാളിലിരിക്കുന്നു. ലൈല തലേന്നത്തെ തള്ളലിൽ നെറ്റിയിൽ പറ്റിയ മുറിവുമായി കടിച്ചമർത്തിയ സങ്കടത്തോടെ അടുക്കളയിൽ ജോലിയിലാണ്. അവളുടെ കണ്ണുകൾ കരഞ്ഞു വീർത്തിട്ടുണ്ട്. ഖദീജ അലിയുടെ അടുത്ത് വന്ന് പതിയെ, മോനെ അലി, നീ ഇന്നലെ ദേഷ്യപ്പെട്ടതിൽ പിന്നെ അവൾ ആരോടും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ആ മാല അവൾ എവിടെയോ കൊടുത്ത് തുലച്ചിട്ടുണ്ട്. നീ അതോർത്ത് സങ്കടപ്പെടേണ്ട. ഞങ്ങൾക്ക് ഇന്ന് തന്നെ ടൗൺ വരെ ഒന്ന് പോകണം. സുമയ്യയ്ക്ക് കോളേജിൽ അടക്കാനുള്ള ഫീസിൻ്റെ കാര്യത്തിനാണ്. അലി വളരെ അസ്വസ്ഥനായി. ശരി ഉമ്മ, ഞാൻ പോയി വസ്ത്രം മാറി വരാം. അലി ഒന്നും മിണ്ടാതെ വസ്ത്രം മാറി ജോലിക്ക് പോകാനായി പുറത്തേക്ക് ഇറങ്ങുന്നു. ലൈലയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൻ താല്പര്യപ്പെടുന്നില്ല. വണ്ടിയെടുത്ത് കുറച്ചു ദൂരം പോയ ശേഷമാണ് അലി തൻ്റെ പേഴ്സും ഫോണും വീട്ടിൽ മറന്നു വെച്ചു എന്ന് ഓർക്കുന്നത്. വണ്ടി തിരിച്ചു വെച്ച് അവൻ വീട്ടിലേക്ക് മടങ്ങിയെത്തി. ഉമ്മറത്ത് വണ്ടി നിർത്തി ഒച്ചയുണ്ടാക്കാതെ അകത്തേക്ക് കയറി. ഈ സമയം ഹാളിലിരുന്ന ഖദീജയും സുമയ്യയും വലിയ ഉറക്കി ചിരിക്കുന്ന ശബ്ദം കേട്ട് അലി ഹാളിലേക്ക് കയറാതെ വാതിലിൻ്റെ മറവിൽ നിന്നു. സുമയ്യയുടെ കയ്യിൽ ഒരു വലിയ പണക്കിഴി ഉണ്ടായിരുന്നു. സുമയ്യ ഉറക്കി ചിരിച്ചുകൊണ്ട് പണം എണ്ണുന്നു. ഉമ്മ, എൻ്റെ പൊന്നുമ്മേ, ഉമ്മയുടെ ആ ബുദ്ധി സമ്മതിക്കണം കേട്ടോ. ലൈല കുളിക്കാൻ കയറിയപ്പോൾ ആ മാല ഞാൻ എടുത്തു മാറ്റിയത് നന്നായി. ഇന്നലെ രാത്രി തന്നെ നമ്മളത് ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിറ്റതുകൊണ്ട് ഇത്രയും പൈസ ഒത്തു കിട്ടി. ലൈല അത് എവിടെയോ കൊടുത്തു വിട്ടു എന്നൊക്കെ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്തു. ഖദീജ അഹങ്കാരത്തോടെ വലിയ ചിരിയോടെ. പിന്നല്ലാതെ അലിയെ നമ്മുടെ കയ്യിൽ നിർത്താൻ ഇങ്ങനത്തെ ചില അടവുകൾ വേണ്ടിവരും സുമി. ആ മാല അവൾ എവിടെയോ ഒളിപ്പിച്ചു വെച്ചു എന്നാണ് അവൻ ഇപ്പോഴും വിചാരിക്കുന്നത്. അവൾ പാവം, ജന്മത്ത് തിരഞ്ഞാലും ഇനി ആ മാല കണ്ടെത്താൻ പോകുന്നില്ല. ഈ പൈസ മുഴുവൻ നീ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടോ. കോളേജിലെ ടൂറിനും പുതിയ ഫോണിനും ഇത് ആവശ്യമാകും. സുമയ്യ: അതേ ഉമ്മ, ഇന്നലെ അവളെ എടുത്ത ഒരൊറ്റ തള്ളലായിരുന്നു. ടേബിളിൻ്റെ അരികിലടിച്ച് അവളുടെ നെറ്റി പൊട്ടിയത് കണ്ടപ്പോൾ എനിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. ഇനിയെങ്കിലും അവൾ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. ഖദീജ: അവൾ അധിക നാൾ ഇവിടെ നിൽക്കില്ല. അലി ഞാൻ പറയുന്ന വാക്കിനപ്പുറം ഒന്നും ചെയ്യില്ല. അവളെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചിട്ടേ എനിക്ക് സമാധാനമുള്ളൂ. വാതിലിൻ്റെ മറവിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്ന അലിയുടെ ലോകം തകരുകയായിരുന്നു. തൻ്റെ സ്വന്തം ഉമ്മയും അനിയത്തിയുമാണോ പവിത്രമായ താലിമാല വെച്ച് ഇത്രയും വലിയൊരു ക്രൂരതയ്ക്ക് പിന്നിലെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ നിരപരാധിയായ ഭാര്യയോട് ചെയ്ത ദ്രോഹം ഓർത്ത് അവൻ്റെ ഉള്ളം പിടഞ്ഞു. ദേഷ്യം കൊണ്ട് വിറച്ച് അലി ഹാളിലേക്ക് നടന്നു വന്നു. അലി പല്ലുകൾ കടിച്ചുകൊണ്ട് ഉറക്കിയലറി, ഉമ്മ, സുമി. അലിയുടെ ശബ്ദം കേട്ട് ഖദീജയും സുമയും ഞെട്ടിത്തിരിഞ്ഞു. കയ്യിലെ പണം മറയ്ക്കാൻ സുമയ ശ്രമിച്ചു. അലി പുറത്തേക്ക് പോയതാണെന്ന് കരുതിയ അവർ ഭയത്തോടെ പരസ്പരം നോക്കി. അലിയുടെ കണ്ണുകളിൽ കനൽ കത്തുന്നുണ്ടായിരുന്നു. ഖദീജ വിറച്ചുകൊണ്ട് വാക്കുകൾ കിട്ടാതെ, അലി മോനെ, നീ എപ്പോഴാണ് വന്നത്? അത് ഞങ്ങൾ വെറുതെ. അലി സുമയ്യയുടെ കയ്യിൽ നിന്ന് ആ പിണക്കിഴി പിടിച്ചു വാങ്ങി വെച്ചു. നിർത്തുമ്മ, നിങ്ങളുടെ കപടമുഖം ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. എൻ്റെ സ്വന്തം ഉമ്മയാണോ ഇത്? കല്യാണ ദിവസം ഞാൻ അവൾക്ക് കെട്ടിക്കൊടുത്ത മഹർമാലയെപ്പോലും നിങ്ങളുടെ ആർത്തിക്ക് വേണ്ടി നിങ്ങൾ വിറ്റില്ലേ? കൺമുന്നിൽ നിന്ന് കള്ളം പറഞ്ഞു പറ്റിച്ച് എൻ്റെ ഭാര്യയെ എന്നെക്കൊണ്ട് തന്നെ തല്ലിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കിട്ടിയത്? സുമയ്യ കരച്ചിലിൻ്റെ ഭാവത്തിൽ, ഇക്ക, അത് താത്ത ഞങ്ങളോട് എപ്പോഴും. അലി സുമയ്യയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. മിണ്ടിപ്പോകരുത് സുമി. താത്ത എന്ന് വിളിക്കാൻ നിനക്കൊരു യോഗ്യതയുമില്ല. എൻ്റെ ഭാര്യയെ കള്ളി എന്ന് വിളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? സ്വന്തം ചേട്ടൻ ചോര നീരാക്കി ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് സൂക്ഷിക്കാൻ വേണ്ടി ഒരു പാവം പെണ്ണിൻ്റെ താലിമാല വരെ വിൽക്കാൻ നിനക്ക് മനസ്സ് വന്നല്ലോടി രാക്ഷസി. അലി അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. ലൈല അവിടെ ഭയത്തോടെയും സങ്കടത്തോടെയും നിൽക്കുകയായിരുന്നു. അലി അവളുടെ കൈകളിൽ പിടിച്ച് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഖദീജയുടെയും സുമയ്യയുടെയും മുന്നിൽ അവളെ നിർത്തി അവൻ അവരെ നോക്കി. അലി ഉറച്ച ശബ്ദത്തിൽ, ദാ നോക്കിക്കൊള്ളണം രണ്ടുപേരും. ഇതാണ് ഈ വീടിൻ്റെ മരുമകൾ. സ്ത്രീധനം തന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഇവളെ ഒരുപാട് അധിക്ഷേപിച്ചു. പക്ഷേ ഇന്നു മുതൽ ഇവളെ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ വിഷമിപ്പിച്ചാൽ എൻ്റെ ഈ സ്വഭാവം മാറും. എൻ്റെ ഭാര്യയെ സംരക്ഷിക്കാൻ എനിക്കറിയാം. അതിനുശേഷം അലി പതിയെ ലൈലയുടെ അടുത്തേക്ക് തിരിഞ്ഞു.
അവളുടെ നെറ്റിയിലെ മുറിവിലേക്കും വീർത്ത കവിളുകളിലേക്കും അവൻ നോക്കി. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകിയിറങ്ങുന്നുണ്ട്. അവൻ ലൈലയുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ കൈകളിൽ പിടിച്ചു. അലി പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ലൈല, എന്നോട് ക്ഷമിക്കൂ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. സ്വന്തം ഉമ്മയെയും അനിയത്തെയും കണ്ണടച്ച് വിശ്വസിച്ചപ്പോൾ ഞാനൊരു അന്ധനായിപ്പോയി. ഈ കൈ കൊണ്ട് ഞാൻ നിന്നെ ദ്രോഹിച്ചല്ലോ, എന്നോട് ക്ഷമിക്കൂ ലൈല. അലി സ്വന്തം കവിളിൽ അടിക്കാൻ തുടങ്ങുമ്പോൾ ലൈല വേഗം അവൻ്റെ കൈകൾ പിടിച്ചു മാറ്റി. അവൾ കരയുകയാണ്, എങ്കിലും അവളുടെ മനസ്സിൽ വലിയൊരു ആശ്വാസമുണ്ടായിരുന്നു. ലൈല വിതുമ്പിക്കൊണ്ട് അലിയെ എഴുന്നേൽപ്പിക്കുന്നു. മതി അലിക്ക, അലിക്കായോട് എനിക്കൊരു ദേഷ്യവുമില്ല. ഇക്കാക്ക് സത്യം മനസ്സിലായല്ലോ, അത് മതി എനിക്ക്. പക്ഷേ എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. അലി ലൈലയുടെ കണ്ണീർ തുടച്ചുകൊണ്ട്, ഇല്ല ലൈല, ഇനി നീ ഇവിടെ നിൽക്കേണ്ട. ഈ വീട്ടിൽ ഇനി നമ്മളില്ല. അലി നേരെ മുറിയിലേക്ക് പോയി ലൈലയുടെയും അവൻ്റെയും വസ്ത്രങ്ങൾ ഒരു ബാഗിലാക്കി. അവൻ ബാഗുമായി ഹാളിലേക്ക് വന്നു. ഖദീജയും സുമയ്യയും അവനെ തടയാൻ നോക്കി. ഖദീജ കരഞ്ഞുകൊണ്ട്, മോനെ, നീ എന്നെ ഇട്ടേച്ച് പോവുകയാണോ? ഈ ഉമ്മയെ നിനക്ക് വേണ്ടേ? അലി വളരെ ഗൗരവത്തിൽ, ഉമ്മ, നിങ്ങളെ ഞാൻ പട്ടിണിക്കിടില്ല. മകൻ എന്ന കടമ ഞാൻ ചെയ്യും. നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ എല്ലാ മാസവും ഞാൻ തരും. സുമയ്യയുടെ പഠിത്തവും ഞാൻ നോക്കും. പക്ഷേ എൻ്റെ ഭാര്യയുടെ ആത്മാഭിമാനം പിച്ചു ചീന്തുന്ന ഈ വീട്ടിൽ ഇനി ഞാൻ ഒരു നിമിഷം പോലും നിൽക്കില്ല. ഒരു നല്ല ഭർത്താവാകാൻ എനിക്ക് പറ്റിയില്ല. ഇനി അവളെ ഞാൻ മറ്റൊരു വീട്ടിൽ പൊന്നുപോലെ നോക്കും. അലി ലൈലയുടെ കൈ പിടിച്ചു. ലൈല കണ്ണീരോടെ എന്നാൽ തല ഉയർത്തിപ്പിടിച്ച് ആ വീടിൻ്റെ പടിയിറങ്ങി. ഖദീജയും സുമയ്യയും തങ്ങളുടെ തെറ്റോർത്ത് തകർന്നു നിന്നു. ഒരു ചെറിയ വാടക വീട്. അലിയും ലൈലയും അവിടെ വന്നിറങ്ങി. വീട് ചെറുതാണെങ്കിലും അവിടെ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ടായിരുന്നു. അലി ലൈലയ്ക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം നൽകി. അലി പുഞ്ചിരിയോടെ, ഇത് നമ്മുടെ പുതിയ വീടാണ് ലൈല, ഇവിടെ നിന്നെ ആരും സങ്കടപ്പെടുത്തില്ല. എന്നോട് ഇപ്പോഴും പിണക്കമാണോ? ലൈല വെള്ളം വാങ്ങി അലിയുടെ നെഞ്ചിലേക്ക് ചാരി. ഇല്ല അലിക്ക, എനിക്ക് അലിക്കായുടെ ഈ സ്നേഹവും വിശ്വാസവും മാത്രം മതി. അദൃശ്യമായ മതിലുകൾ തകർന്നു വീണു. സ്നേഹത്തിൻ്റെ പുതിയൊരു ലോകം ലൈലയ്ക്കും അലിക്കും മുന്നിൽ തുറക്കപ്പെട്ടു. അമ്മായിയമ്മയുടെയും നാത്തൂൻ്റെയും കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ പുതിയൊരു ജീവിതം ആരംഭിച്ചു.